ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ മോർട്ടാർ ചാപ്റ്റർ തുടങ്ങി. മോർട്ടാറിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ അതിൽ പഠിച്ചത് ഫങ്ഷൻസ് ഓഫ് സാൻഡ് പഠിച്ചു. അതുപോലെ തന്നെ സാൻഡ്, നാച്ചുറൽ സാൻഡ്, പിറ്റ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് സാൻഡ് പഠിച്ചു. അതുപോലെ അൾട്ടർനേറ്റീവ് ഓഫ് സാൻഡ്, അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ക്ലാസ്സിൽ നോക്കി. ദെൻ അതിൻ്റെ ബാക്കി പോർഷനാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. കൺഫർമേഷൻ കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ മറക്കാതെ കൊടുക്കണം. അതുപോലെ സെപ്റ്റംബറിലുള്ള എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്. സോ ഗ്രേഡ് 3 കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഗ്രേഡ് 3 നോക്കുന്നവർ നല്ല രീതിയിൽ പഠിക്കണം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഗ്രേഡ് 1 എക്സാം, ഗ്രേഡ് 2, ഈ നടക്കാൻ പോകുന്ന ഗ്രേഡ് 2 എക്സാമിലും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വേക്കൻസി ഉള്ളത് കാരണം കയറി പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. സോ സെപ്റ്റംബറിൽ നടക്കുന്ന എക്സാം, അതുപോലെ തന്നെ ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന LSTD ഗ്രേഡ് 3-ആയാലും ITI സ്റ്റുഡൻസിന് നല്ലൊരു ചാൻസാണ്. സോ ഗ്രേഡ് 3 നോക്കുന്നവർ, പ്രത്യേകിച്ച് IT സ്റ്റുഡൻസുകാർ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ആ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴെല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ നമുക്ക് ചാപ്റ്റർ പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ജൂലൈയിൽ സെക്കൻഡ് ഗ്രേഡ് എക്സാം 23-ാം തീയതി ഉണ്ട്. അതുപോലെ തന്നെ 30-ാം തീയതിയും എക്സാം ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോർട്ടാറിൽ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് മോർട്ടാർ എന്ന ടൈമാണ് നോക്കേണ്ടത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് മോർട്ടാറിൽ എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മോർട്ടാറിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ്? ബേസ്ഡ് ഓൺ ബൈൻഡിങ് മെറ്റീരിയൽ. ഓക്കെ, ബേസ്ഡ് ഓൺ ബൈൻഡിങ് മെറ്റീരിയൽ, അതുപോലെ ബേസ്ഡ് ഓൺ ബൾക്ക് ഡെൻസിറ്റി, ദെൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ആപ്ലിക്കേഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ടൈപ്സ് മോർട്ടാറും നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തേത് ബേസ്ഡ് ഓൺ ബൈൻഡിങ് മെറ്റീരിയലാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ബൈൻഡിങ് മെറ്റീരിയലാണ്. അതിലാദ്യത്തേതാണ് ലൈം മോർട്ടാർ. ഓക്കെ, ബേസ്ഡ് ഓൺ ബൈൻഡിങ് മെറ്റീരിയൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ലൈം മോർട്ടാർ. ലൈം മോർട്ടാർ ആ പേരിൽ തന്നെ ഉണ്ട്. അവിടുത്തെ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈമാണ്. അവിടെ ഫാറ്റ് ലൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ശ്രിങ്കേജ് വരാൻ സാധ്യതയുണ്ടല്ലേ. സോ അവിടെ 2 to 3 ടൈംസ് ഓഫ് അതായത് സാൻഡ് അവിടെ കൂടുതൽ വേണ്ടി വരും. അതായത് നമ്മൾ നേരത്തെയും ഫാറ്റ് ലൈമിൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. ഫാറ്റ് ലൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സാൻഡ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടി വരും. അതെത്രയാണ്? 2 to 3 ടൈംസ് ഓഫ് ഇറ്റ്സ് വോളിയം ആയിരിക്കും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ വാട്ടർ ലോക്ക്ഡ് ഏരിയാസിലും അതുപോലെ തന്നെ ഡാം കണ്ടീഷനിലൊന്നും നമുക്ക് ഈ ലൈം മോർട്ടാർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇവിടെ ഈ ലൈം മോർട്ടാർ നമുക്ക് കൺസ്യൂം ചെയ്യുന്നത് 36 മണിക്കൂറിലാണ്. അതുപോലെ ഇവിടുത്തെ റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈം ടു സാൻഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാം പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ലൈം ടു സാൻഡ് റേഷ്യോ. ലൈം ടു സാൻഡ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1:2 ആണ്. ദെൻ ഈ ഹൈഡ്രോളിക് ലൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഹാസ് മോർ സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ, ഹൈഡ്രോളിക് ലൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അത്രയാണ് ലൈം മോർട്ടാറിലുള്ളത്. ദെൻ അടുത്തതാണ് സിമൻറ്റ് മോർട്ടാർ. ഓക്കെ, സിമൻറ്റ് മോർട്ടാറിൽ അവിടെ എന്താണ്? ബൈൻഡിങ് മെറ്റീരിയൽ സിമൻറ്റ് തന്നെയാണ്. അവിടത്തെയും സിമൻറ്റ് ടു സാൻഡ് റേഷ്യോ ആണ് പറയുന്നത്. സിമൻറ്റ് ടു സാൻഡ് റേഷ്യോ 1:2 to 1:6 ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1:2 to 1:6 ആണ്. ദെൻ ഈ സാൻഡ് ഇവിടെ നമ്മൾ അഡൾട്ടറൻ്റായിട്ട്, അതായത് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് നമ്മൾ സാൻഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അഡൾട്ടറൻ്റായിട്ട് നമ്മൾ സാൻഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇവിടുത്തെ കൺസംഷൻ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 30 മിനിറ്റാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഗേജ്ഡ് മോർട്ടാർ. ഗേജ്ഡ് മോർട്ടാർ എന്ന് പറയുന്നത് എന്താണ്? ലൈമും സിമൻറ്റും കൂടി ബൈൻഡിങ് മെറ്റീരിയൽ ഉള്ളതിനെയാണ് ഗേജ്ഡ് മോർട്ടാർ എന്ന് പറയുന്നത്.
ഓക്കെ. ഗേജ്ഡ് മോട്ടാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈമും സിമൻറ്റും കൂടെയുള്ള മോട്ടാറിനാണ് ഗേജ്ഡ് മോട്ടാർ എന്ന് പറയുന്നത്. ഇവിടുത്തെ സിമൻറ്റ് ടു ലൈം റേഷ്യോ എന്ന് പറയുന്നത് 1:6 to 1:8 ആണ്. ഓക്കെ, സിമൻറ്റ് ടു ലൈം റേഷ്യോ എന്ന് പറയുന്നത് 1:6 to 1:8 ആണ്. ഇതിന് കൺസപ്ഷൻ ടൈം പറയുന്നത് 2 മണിക്കൂറാണ്. ദെൻ ഇത് സ്ട്രോങ് ആൻഡ് ഡെൻസ് ആണ്. ഓക്കെ, ഗേജ്ഡ് മോട്ടാർ സ്ട്രോങ് ആൻഡ് ഡെൻസ് ആണ്. ഇവിടെ ഗേജ്ഡ് മോട്ടാർ നമുക്ക് അതർ നെയിംസ് ഉണ്ട്. ഗേജ്ഡ് മോട്ടാറിൻ്റെ പേര് കോമ്പോസിറ്റ് മോട്ടാർ എന്നും പറയുന്നു. ഓക്കെ, കോമ്പോസിറ്റ് മോട്ടാർ അല്ലെങ്കിൽ കോംബോ മോട്ടാർ എന്നും പറയുന്നു. ഓക്കെ, കോംബോ മോട്ടാർ എന്നും പറയുന്നു. കോമ്പോസിറ്റ് മോട്ടാർ അല്ലെങ്കിൽ കോംബോ മോട്ടാർ എന്നും ഈ ഗേജ്ഡ് മോട്ടാറിനെ പറയാറുണ്ട്. പക്ഷേ ഈ അതർ നെയിംസ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചിരിക്കണം. ഓക്കെ, ദെൻ അടുത്തതാണ് ജിപ്സം മോട്ടാർ. ജിപ്സം മോട്ടാർ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ഓർണമെൻ്റൽ വർക്കിനാണ് ജിപ്സം മോട്ടാർ യൂസ് ചെയ്യുന്നത്. അവിടുത്തെ ബൈൻഡിങ് മെറ്റീരിയൽ ഏതാണ്? ബൈൻഡിങ് മെറ്റീരിയൽ ജിപ്സമാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് സുർക്കി മോട്ടാർ. സുർക്കി മോട്ടാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബൈൻഡിങ് മെറ്റീരിയൽ ലൈമാണ്. ഓക്കെ, ബൈൻഡിങ് മെറ്റീരിയൽ ലൈമാണ്. ഇവിടെ സുർക്കി നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സുർക്കി നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ മേസണറി വർക്കിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സുർക്കി ഇമ്പാർട്ട് ഹൈഡ്രോളിസിറ്റി അത് ഇമ്പാർട്ട് ചെയ്യും. അതെന്തുകൊണ്ടാണ്? അവിടെ ക്ലേയിലെ കണ്ടൻ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് ഹൈഡ്രോളിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓർഡിനറി മേസണറി വർക്ക് എന്ന് പറയുമ്പോൾ ഡാംസ് വരും, ഫൗണ്ടേഷൻ വരും, അതുപോലെ സൂപ്പർ സ്ട്രക്ചർ വരും. അതുപോലുള്ള കൺസ്ട്രക്ഷൻസാണ് നമ്മൾ ഈ സുർക്കി മോട്ടാർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫിനിഷിംഗ് വർക്ക്, പ്ലാസ്റ്ററിങ് പോലുള്ള ഫിനിഷിംഗ് വർക്കിനൊന്നും നമ്മളിത് യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ സുർക്കി മോട്ടാറിൽ ബൈൻഡിങ് മെറ്റീരിയൽ ഓർമ്മിച്ചോളണം. ബൈൻഡിങ് മെറ്റീരിയൽ ലൈമാണ്. അവിടെ നമ്മൾ സുർക്കി എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ടാണ് സുർക്കി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ബേസ്ഡ് ഓൺ ബൈൻഡിങ് മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ. ദെൻ അടുത്തതാണ് ബേസ്ഡ് ഓൺ ബൾക്ക് ഡെൻസിറ്റി. ഓക്കെ, ബേസ്ഡ് ഓൺ ബൾക്ക് ഡെൻസിറ്റിയിൽ നമ്മൾ 2 പറയുന്നുണ്ട്. ഹെവി മോട്ടാറും പറയുന്നുണ്ട്, ലൈറ്റ് വെയ്റ്റ് മോട്ടാറും പറയുന്നുണ്ട്. ഓക്കെ, ഹെവി മോട്ടാറും പറയുന്നുണ്ട്, ലൈറ്റ് വെയ്റ്റ് മോട്ടാറും പറയുന്നുണ്ട്. അവിടെ നമ്മൾ ബൾക്ക് ഡെൻസിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഹെവി മോട്ടാറുകളുടെ ബൾക്ക് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 kN/m³ ആണ്. ഓക്കെ, ഹെവി മോട്ടാറിൽ ബൾക്ക് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 kN/m³ ആണ്. ലൈറ്റ് വെയ്റ്റ് മോട്ടാർ ആണെങ്കിൽ ബൾക്ക് ഡെൻസിറ്റി ലെസ് ദാൻ 15 kN/m³ ആണ്. ഓക്കെ, അത് രണ്ടുമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഈ ലൈറ്റ് വെയ്റ്റ് മോട്ടാർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് വെയ്റ്റ് മോട്ടാർ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഏത് ഒറിജിനിൽ നിന്നുള്ളതായിരിക്കും? വോൾക്കാനിക് ഒറിജിനിൽ നിന്നുള്ളതായിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടെ നമ്മൾ ഓർമ്മിച്ച് വെച്ചിരിക്കണം. ലൈറ്റ് വെയ്റ്റ് മോട്ടാർ നമ്മൾ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ദെൻ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? വോൾക്കാനിക് ഒറിജിനാണ്. ഓക്കെ, വോൾക്കാനിക് ഒറിജിനിൽ നിന്നാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വോൾക്കാനിക് ഒറിജിൻ എന്നാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ആപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. അതിൽ വരുന്നത് 2 ഉള്ളൂ. ഏതൊക്കെയാണ്? മേസണറി മോട്ടാർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫിനിഷിംഗ് മോട്ടാർ. മേസണറി മോട്ടാർ എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരാണ് ബ്രിക്ക് ലേയിങ് മോട്ടാർ. അതിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ ഓഫ് വാള്, അതുപോലെ തന്നെ ബ്രിക്ക് വർക്ക്, ഇതിനൊക്കെയാണ് നമ്മൾ മേസണറി മോട്ടാർ അല്ലെങ്കിൽ ബ്രിക്ക് ലേയിങ് മോട്ടാർ യൂസ് ചെയ്യുന്നത്. ഫിനിഷിംഗ് മോട്ടാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്ററിങ്, അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് പർപ്പസ്, അതിനൊക്കെയാണ് ഈ ഫിനിഷിംഗ് മോട്ടാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് സ്പെഷ്യൽ മോട്ടാർ. കുറച്ച് സ്പെഷ്യൽ ടൈപ്സ് മോട്ടാറാണ് പറയുന്നത് അടുത്ത്. അതിലാദ്യത്തേതാണ് ഫയർ റെസിസ്റ്റൻ്റ് മോട്ടാർ. ഓക്കെ, ഫയർ റെസിസ്റ്റൻ്റ് മോട്ടാർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഹൈ അലുമിന സിമൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫയർ റെസിസ്റ്റൻ്റ് മോട്ടാറിൽ ഏത് സിമൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഏതാണ്? ഹൈ അലുമിന സിമൻ്റ് ആണ്. ഈ ഹൈ അലുമിന സിമൻറ്റിനോടൊപ്പം ഫയർ ക്ലേയിലെ പൗഡറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അതിൻ്റെ റേഷ്യോ വരുന്നത് 1:2 ആണ്. ഓക്കെ, 1:2 ആണ് അവിടുത്തെ റേഷ്യോ. ഇത് നമുക്കറിയാം ഫയർ റെസിസ്റ്റൻ്റ് മോട്ടോർ ആയതുകൊണ്ട് തന്നെ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചറിന് റെസിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. നമ്മൾ എവിടെയൊക്കെയായിരിക്കും യൂസ് ചെയ്യുന്നത്? ചിമ്മിനീസ്, ഫർണൈസ്, ഓവൻ, അവിടെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഫയർ റെസിസ്റ്റൻ്റ് മോട്ടാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്? ഫയർ റെസിസ്റ്റൻ്റ് മോട്ടാർ യൂസ് ചെയ്യുന്ന സിമൻറ്റ് ഏതാണടാ? ഹൈ അലുമിന സിമൻ്റ് ആണ്. അതുപോലെ തന്നെ ഫയർ ക്ലേ പൗഡറും നമ്മൾ യൂസ് ചെയ്യാറ്. ഹൈ അലുമിന സിമൻറ്റും പൗഡേർഡ് ഫയർ ക്ലേയുമാണ് യൂസ് ചെയ്യുന്നത്. അവിടുത്തെ റേഷ്യോ ഏതാണ്? 1:2 ആണ്. ഹൈ ടെമ്പറേച്ചറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു. നമ്മൾ ചിമ്മിനീസിലും ഫർണൈസ്, ഓവൻസ്, ഇവിടെയൊക്കെയാണ് ഈ ഫയർ റെസിസ്റ്റൻ്റ് മോട്ടാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ലൈറ്റ് വെയ്റ്റ് മോട്ടാർ. ലൈറ്റ് വെയ്റ്റ് മോട്ടാർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സോഡസ്റ്റും ജൂട്ട്, കൊയർ ഫൈബർ, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സോഡസ്റ്റ്, ജൂട്ട് അല്ലെങ്കിൽ കൊയർ ഫൈബർ, ഇതൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ലൈറ്റ് വെയ്റ്റ് മോട്ടാർ നമ്മൾ സൗണ്ട് പ്രൂഫിങ്ങിനും ഹീറ്റ് പ്രൂഫിങ്ങിനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതിനൊക്കെയാണ്? സൗണ്ട് പ്രൂഫിങ്ങിനും ഹീറ്റ് പ്രൂഫിങ്ങിനൊക്കെയാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് മോട്ടാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് പാക്കിംഗ് മോട്ടാർ. പാക്കിംഗ് മോട്ടാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ വെൽസൊക്കെ പാക്ക് ചെയ്യാനാണ്. ഈ എണ്ണക്കനിയൊക്കെ ഇല്ലേ, അവിടെ ഓയിൽ വെൽസൊക്കെ പാക്ക് ചെയ്യാനാണ് നമ്മൾ പാക്കിംഗ് മോട്ടാർ യൂസ് ചെയ്യുന്നത്. ഇതിന് വാട്ടർ ടൈറ്റ് ജോയിൻ്റ് ആണ്. ഓക്കെ, ഈ പാക്കിംഗ് മോട്ടാർ എന്ന് പറയുന്നത് വാട്ടർ ടൈറ്റ് ജോയിൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിത് ലോമി സാൻഡ് ഇതിൽ പ്രസൻ്റ് ആണ്. ഓക്കെ, ലോമി സാൻഡ് ഇതിൽ പ്രസൻ്റ് ആണ്. ഓക്കെ, പാക്കിംഗ് മോട്ടാർ എവിടെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഓയിൽ വെൽസിലാണ് യൂസ് ചെയ്യുന്നത്. അത് വാട്ടർ ടൈറ്റ് ജോയിൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് എക്സ്റേ ഷീൽഡിംഗ് മോട്ടാർ. എക്സ്റേ ഷീൽഡിംഗ് മോട്ടാർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ എക്സ്റേ ക്യാബിൻസ് ഒക്കെ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ബൾക്ക് ഡെൻസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ബൾക്ക് ഡെൻസിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 22 kN/m³ ആണ്. ഓക്കെ, എക്സ്റേ ഷീൽഡിംഗ് മോട്ടാറിൻ്റെ ബൾക്ക് ഡെൻസിറ്റി വരുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 22 kN/m³ ആണ്. ഇത് ഹെവി മോട്ടാറാണ്. ഓക്കെ, ഹെവി മോട്ടാറാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് സൗണ്ട് അബ്സോർബിംഗ് മോട്ടാർ. സൗണ്ട് അബ്സോർബിംഗ് മോട്ടാർ എന്ന് പറഞ്ഞാൽ നോയ്സൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് ലൈറ്റ് വെയ്റ്റ് മോട്ടാറാണ്. അവിടെയും ബൾക്ക് ഡെൻസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. 6 to 12 kN/m³ ആണ്. ഓക്കെ, നമ്മൾ ബൾക്ക് ഡെൻസിറ്റി ക്ലാസിഫിക്കേഷനിൽ പഠിച്ചു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 kN/m³ വരുന്നത് ഏതാണ്? ഹെവി മോട്ടാറാണ്. അതുപോലെ ലൈറ്റ് വെയ്റ്റ് മോട്ടാർ ഏതാണ്? ലെസ് ദാൻ 15 ആണ്. സോ ആ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും പറയാൻ പറ്റും. സൗണ്ട് അബ്സോർബിംഗ് മോട്ടാർ ആണെങ്കിൽ അതിൻ്റെ ബൾക്ക് ഡെൻസിറ്റി വരുന്നത് 15-നേക്കാളും കുറവാണല്ലേ. സോ അത് ലൈറ്റ് വെയ്റ്റ് ആണ്. അതിൻ്റെ ബൾക്ക് ഡെൻസിറ്റി ഇവിടെ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്, അത് പഠിക്കണം. 6 മുതൽ 12 kN/m³ ആണ്. അതേസമയം എക്സ്റേ ഷീൽഡിങ്ങിൻ്റെതോ അവിടെ നമ്മൾ ഹെവി മോട്ടാറാണ്. അവിടെ ബൾക്ക് ഡെൻസിറ്റി 15-നേക്കാളും കൂടുതലാണ്. അതെത്രയാണ്? 22 kN/m³ ആണ്. ഓക്കെ, എത്രയാണടാ? 22 kN/m³ ആണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ ലൈം മോട്ടാറിൻ്റെ പ്രിപ്പറേഷനാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ലൈം മോട്ടാറിൻ്റെ പ്രിപ്പറേഷൻ നോക്കാനുള്ളതാ. ലൈം മോട്ടാറിൻ്റെ പ്രിപ്പറേഷനിൽ നമുക്ക് 2 മെത്തേഡിൽ ലൈം മോട്ടാറിനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ലൈം മോട്ടാറിന് നമുക്ക് 2 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തേതാണ് പൗഡിങ്. ഓക്കെ, പൗഡിങ്. ഈ പൗഡിങ് എന്ന് പറഞ്ഞാൽ സ്മാൾ സ്കെയിലിൽ നമുക്ക് പ്രൊഡക്ഷൻ വേണമെങ്കിലാണ് നമ്മൾ ഈ പൗഡിങ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കുഴി എടുത്തിട്ട്, അതായത് പിറ്റ് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പൗഡിങ് എന്ന് പറയുന്നത്. ഈ പിറ്റ് ഏകദേശം ഒരു ട്രപ്പീസോയിഡൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, പിറ്റ് ട്രപ്പീസോയിഡൽ ഷേപ്പ് ആയിരിക്കും. ഈ പേര് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലൈം മോട്ടാറാണ്. ഓക്കെ, ലൈം മോട്ടാറിന് പ്രിപ്പറേഷനാണ്. അതിലുള്ള ഒരു മെത്തേഡാണ് പൗഡിങ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ മെത്തേഡാണ് ഗ്രൈൻഡിങ്. ഓക്കെ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് നമ്മൾ ഗ്രൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഗ്രൈൻഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് നമ്മൾ ഗ്രൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഈ ഗ്രൈൻഡിങ്ങിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്. ബുള്ളോക്ക് ഡ്രിവൺ ഉണ്ട്, അതായത് നമ്മൾ ബുള്ളിനെ വെച്ചിട്ട് ഡ്രിവൺ ചെയ്യുന്നതുകൊണ്ട് ബുള്ളോക്ക് ഡ്രിവൺ ഉണ്ട്. അതുപോലെ തന്നെ പവർ ഡ്രിവൺ ഉണ്ട്. പവർ ഡ്രിവൺ അല്ലെങ്കിൽ മെഷീൻ ഡ്രിവൺ എന്ന് പറയും. ഓക്കെ, ബുള്ളോക്ക് ഡ്രിവൺ ഉണ്ട്, പവർ ഡ്രിവൺ ഉണ്ട്. ഈ ബുള്ളോക്ക് ഡ്രിവണിൽ നിന്ന് നമ്മൾ കിട്ടുന്നതിന് ഖാനി എന്നൊരു പേരിൽ പറയാറുണ്ട്. ഓക്കെ,
ഖാനി ഈ ഒരു പേര് നോക്കി വെച്ചിരിക്കണം. ഖാനി എന്നൊരു പേരിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ലൈം മോർട്ടാർ പ്രിപ്പയർ ചെയ്യുന്നത് 2 മെത്തേഡുണ്ട്. പൗഡിംഗ് ഉണ്ട്, ഗ്രൈൻഡിങ് ഉണ്ട്. അതിൽ സ്മാൾ സ്കെയിലാണെങ്കിൽ പൗണ്ടിങ് ആണ്, ലാർജ് സ്കെയിലാണെങ്കിൽ ഗ്രൈൻഡിങ് ആണ്. ഇനി ഗ്രൈൻഡിങ്ങിൽ തന്നെ ബുള്ളോക്ക് ഡ്രിവനും ഉണ്ട്, പവർ ഡ്രിവനും ഉണ്ട്. അതിൽ ബുള്ളോക്ക് ഡ്രിവനിൽ നമുക്ക് കിട്ടുന്നതിന് ഖാനി എന്നാണ് പറയുന്നത്. ഓക്കെ, GHAN ഖാനി എന്നാണ് പറയുന്നത്. ഇനി പറഞ്ഞു പൗഡിങ്ങിൽ നമ്മൾ ബിറ്റ് എടുക്കുന്നത് ട്രപ്പീസോയിഡൽ ഷേപ്പിലായിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടെ അവിടെ നോക്കി വെച്ചിരിക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് സെലക്ഷൻ ഓഫ് മോർട്ടാർ ഫോർ ഡിഫറൻറ്റ് എഞ്ചിനീയറിംഗ് വർക്ക്. നമ്മൾ ഡിഫറൻറ്റ് എഞ്ചിനീയറിംഗ് വർക്കിന് മോർട്ടാറിൻ്റെ സെലക്ഷനാണ് പറയുന്നത്. അതിലാദ്യം പറയുന്നത് തിക്ക് ജോയിൻറ്റ് ഇൻ സ്റ്റോൺ മേസൺറി. തിക്ക് ജോയിൻറ്റ് ഇൻ സ്റ്റോൺ മേസൺറിക്ക് നമ്മൾ ഹൈഡ്രോളിക് ലൈം സാൻഡ് മോർട്ടാർ ആണെങ്കിൽ 1:2:3 ആണ് അവിടുത്തെ റേഷ്യോ. അതുപോലെ തന്നെ സ്റ്റോൺ മേസൺറി ഇൻ ഫൗണ്ടേഷൻ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ ഓഫ് ഓർഡിനറി ബിൽഡിങ്സ് ആണെങ്കിൽ അവിടുത്തെ വരുന്നത് 1:2 ഫാറ്റ് ലൈം ആണ്. ഫാറ്റ് ലൈം സുർക്കി മോർട്ടാർ ഓർ 1 പാർട്ട് ലൈം അല്ലെങ്കിൽ 1 പാർട്ട് സുർക്കി ആൻഡ് 1 പാർട്ട് സാൻഡ്, അതാണ് അവിടെ റേഷ്യോ വരുന്നത്. ദെൻ ബ്രിക്ക് വർക്ക് ഇൻ ആർച്ച്, പ്ലാസ്റ്ററിങ് ഇൻസൈഡ് ഓഫ് വാൾസ്, ലൈം, സുർക്കി ഇതൊക്കെയാണെങ്കിൽ 1:5:1:6 സിമൻറ്റ് മോർട്ടാർ അല്ലെങ്കിൽ ലൈം സുർക്കിയാണ്. ദെൻ റീൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്കിന് 1:3 സിമൻറ്റ് മോർട്ടാറാണ്. ഓക്കെ, 1:3 സിമൻറ്റ് മോർട്ടാറാണ്. ഇനി മാസ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, പേവിംഗ് ടൈൽസ്, കേവിറ്റി വാൾസ്, പ്ലാസ്റ്ററിങ് ഓഫ് സീലിംഗ് ആൻഡ് എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ് വർക്ക് എക്സെട്ര വെയർ ഗുഡ് ഫിനിഷസ് ഈസ് റിക്വയർഡ്. അവിടെ നമ്മൾ 1:4 സിമൻറ്റ് സാൻഡ് മോർട്ടാർ അല്ലെങ്കിൽ 1:2:3 ഹൈഡ്രോളിക് ലൈം മോർട്ടാറാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മാസീവ് വർക്ക് ബിലോ ഗ്രൗണ്ട് ലെവൽ എസ്പെഷ്യലി ഇൻ വാട്ടർ ലോക്ക്ഡ് ഏരിയ. അവിടെ നമ്മൾ 1:3 സിമൻറ്റ് സാൻഡ് മോർട്ടാർ അല്ലെങ്കിൽ 1:3 ലൈം സാൻഡ് മോർട്ടാറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത മാസീവ് വർക്ക്, അതായത് ഡാം, റീറ്റെയിനിങ് വാള്, ഡാം പ്രൂഫിംഗ്, ഫ്ലോറിംഗ് അതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ 1:3 സിമൻറ്റ് സാൻഡ് മോർട്ടാറാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പോയിൻ്റ് വർക്കിനിട 1:1 to 1:2 സിമൻറ്റ് സാൻഡ് മോർട്ടാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മളിപ്പോൾ ഓപ്ഷനിൽ 1:1 1:2 വരികയാണെങ്കിൽ നമ്മൾ 1:2 ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ജനറൽ RCC വർക്ക് സച്ചസ് സ്ലാബ്, ബീം ആൻഡ് കോളം, സിമൻറ്റ് കോൺക്രീറ്റ് ഫ്ലോറിംഗ്, അവിടെയൊക്കെ നമ്മൾ 1:2 സിമൻറ്റ് സാൻഡ് മോർട്ടാറാണ് യൂസ് ചെയ്യുന്നത്. ഡാം പ്രൂഫ് കോഴ്സ് ആൻഡ് സിമൻറ്റ് കോൺക്രീറ്റ് റോഡിനൊക്കെ നമ്മൾ 1:2 സിമൻറ്റ് സാൻഡ് മോർട്ടാറാണ്. ദെൻ RCC ടാങ്ക് ആൻഡ് അതർ റീറ്റെയിനിങ് സ്ട്രക്ചറിന് നമ്മൾ 1:1/2 സിമൻറ്റ് സാൻഡ് മോർട്ടാറാണ്. ദെൻ ഹൈലി സ്ട്രെസ്ഡ് നമ്പേഴ്സ് ഓഫ് സ്ട്രക്ചർ ആണെങ്കിൽ 1:1 സിമൻറ്റ് സാൻഡ് മോർട്ടാറാണ്. ഓക്കെ, അത്രയാണ് അവിടുത്തെ കാര്യം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പോയിൻ്റ് വർക്ക് നോക്കണം, അതുപോലെ തന്നെ ജനറൽ RCC അത് നോക്കണം, ദെൻ ഡാം പ്രൂഫ് നോക്കണം, RCC ടാങ്ക് നോക്കണം, അതുപോലെ റീൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് നോക്കണം. ഓക്കെ, ദെൻ സ്റ്റോൺ മേസൺറിയുടേത് നോക്കണം, ബ്രിക്ക് വർക്കിൻ്റെത് നോക്കണം. ഇത്രയും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പാർട്ടീഷൻ, പാരാപെറ്റ് വാള്, അതിൻ്റെതും നിങ്ങൾ ഇൻറ്റേർണൽ വാൾസ് അത്രയും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കേണ്ടതാണ്. ഓക്കേടാ, അപ്പോൾ ഇത്രയാണടാ നമ്മുടെ മോർട്ടാറിൻ്റെ ചാപ്റ്റർ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാനുള്ളത്, മോർട്ടാറിൽ നമുക്ക് മോർട്ടാറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. ഓക്കെ, ടെസ്റ്റ് ഓൺ മോർട്ടാറാണ് അടുത്ത് നോക്കേണ്ടത്. ഓക്കെ, എന്താണ് ടെസ്റ്റ് ഓൺ മോർട്ടാർ? ഓക്കെ, ടെസ്റ്റ് ഓൺ മോർട്ടാർ, അതിൽ നമുക്ക് വെറുതെ ആ പേരുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ആദ്യത്തേതാണ് അഡ്ഹസീവ് ടു ബിൽഡിംഗ് യൂണിറ്റ്. ഏതാണ്? ഓക്കെ, ആദ്യത്തേതാണ് അഡ്ഹസീവ്നെസ് ടു ബിൽഡിംഗ് യൂണിറ്റ്. രണ്ടാമത്തേത് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്. ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്ത്. രണ്ടാമത്തേതാണ് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്. മൂന്നാമത്തേതാണ് കംപ്രഷൻ ടെസ്റ്റ്. ഓക്കെ, കംപ്രഷൻ ടെസ്റ്റ്.
കംപ്രഷൻ ടെസ്റ്റ്. ദെൻ നാലാമത്തതാണ് സെറ്റിംഗ് ടൈം ടെസ്റ്റ്. സെറ്റിംഗ് ടൈം ടെസ്റ്റ്. ദെൻ അഞ്ചാമത്തതാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഓക്കെ, കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഈ ഒരു 5 ടെസ്റ്റിൻ്റെ പേര് മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ടെസ്റ്റ് 1 മോർട്ടാറിൻ്റെ ടെസ്റ്റ് ഏതൊക്കെയാണ്? അഡ്ഹസീവ്നെസ് ടു ബിൽഡിംഗ് യൂണിറ്റ്, അതുപോലെ ടെൻസൈൽ സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത്, സെറ്റിംഗ് ടൈം, കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഓക്കെ, കൺസിസ്റ്റൻസി ടെസ്റ്റ് ഇത്രയാണ് നമ്മുടെ മോർട്ടാറിലുള്ള ടെസ്റ്റ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോർട്ടാറിലുള്ള ടോപ്പിക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് റെഗുലറായിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൺഫർമേഷൻ ഇതുവരെയും കൊടുക്കാത്തവരാണെങ്കിൽ കൺഫർമേഷൻ കൊടുക്കണം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക് യു.